ഇടുക്കി അടിമാലി താലൂക്ക് ആശുപത്രിയിലെ പ്രസവ വാർഡും ലേബർ റൂമും പ്രവർത്തിക്കുന്നത് ബലക്ഷയം വന്ന കെട്ടിടത്തിലെന്ന് പരാതി. കെട്ടിടത്തിന്റെ പല ഭാഗത്തും വിള്ളൽ രൂപപ്പെട്ടിട്ട് ഏറെക്കാലമായെങ്കിലും ആശുപത്രി മാനേജ്മെന്റ് കമ്മിറ്റിയും ബന്ധപ്പെട്ട അധികൃതരും ശ്രദ്ധിക്കാത്തത് രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ആശങ്കയാണ്. അടിമാലി താലൂക്ക് ആശുപത്രിക്കായി പുതിയ കെട്ടിട സൗകര്യം ഒരുങ്ങുമ്പോഴും ആശുപത്രിയിലെ പ്രസവ വാർഡ് പ്രവർത്തിക്കുന്നത് വേണ്ടവിധം ഉറപ്പില്ലാത്ത ബലക്ഷയമുള്ള കെട്ടിടത്തിലാണെന്നാണ് പരാതി. ലേബർ റൂമിന് പുറമെ നവജാത ശിശുക്കളുടെ പരിശോധനാ മുറി, പ്രസവ വാർഡ്, ഫാർമസി സ്റ്റോർ ഇവയും ഈ കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. കാലപ്പഴക്കമുള്ള കെട്ടിടത്തിന്റെ പല ഭാഗത്തും വിള്ളൽ രൂപപ്പെട്ടിട്ടുണ്ട്. ഭിത്തിയുടെ പല ഭാഗങ്ങളും അടർന്നുപോയി. അവിടുത്തെ പ്രസവ വാർഡിന്റെ നില വളരെ ഗുരുതരമാണ്. ഏത് നിമിഷവും നിലം പൊത്താവുന്ന അവസ്ഥയിലേക്ക് ആ പ്രസവ വാർഡ് മാറിയിട്ടുണ്ട്. അവിടെ കുറെ അധികം കൂട്ടിരിപ്പുകാരും രോഗികളും പിന്നെ ഡെലിവറിക്ക് വരുന്ന ആളുകളെല്ലാം, സ്ത്രീകളെല്ലാം താമസിക്കുന്ന കിടക്കുന്ന ആ വാർഡാണ്. പക്ഷെ അവിടുത്തെ അധികൃതർ, പ്രത്യേകിച്ച് പഞ്ചായത്തിന്റെ അധികൃതരും ആശുപത്രി വിദ്യാഭ്യാസവും കണ്ടില്ല എന്ന് നടിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് അത് മാറിയിരിക്കുകയാണ്. ഏത് നിമിഷവും നിലനിർത്താം, ഏത് നിമിഷവും ആ ബിൽഡിംഗ് താഴെ വീഴാറായിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ട്. വേണ്ടത്ര ഉറപ്പില്ലാത്ത കെട്ടിടത്തിൽ നിന്ന് പ്രസവ വാർഡും അനുബന്ധ വിഭാഗങ്ങളും മറ്റൊരിടത്തേക്ക് മാറ്റണമെന്ന ആവശ്യമാണ് ഉയരുന്നത്. സ്ഥിരമായി ആളുകൾ കയറിയിറങ്ങുന്ന കെട്ടിടത്തിന്റെ അപകടാവസ്ഥ പലവട്ടം രോഗികളും കൂട്ടിരിപ്പുകാരും അധികൃതരെ അറിയിച്ചിരുന്നു. എന്നാൽ കെട്ടിടത്തിന്റെ സ്ഥിതി കണക്കിലെടുത്ത് മറ്റൊരു ക്രമീകരണത്തിനും ആരോഗ്യവകുപ്പും ആശുപത്രി അധികൃതരും തയ്യാറായില്ല. അത്യാഹിത വിഭാഗം പ്രവർത്തിക്കുന്ന ബഹുനില കെട്ടിടവും ഇതിനോട് ചേർന്ന് മറ്റൊരു പുതിയ ബഹുനില കെട്ടിടവുമുണ്ട്. ഈ കെട്ടിടങ്ങളിൽ താത്കാലികമായി പ്രസവ വാർഡ് മാറ്റിസ്ഥാപിച്ച് ജനങ്ങളുടെ ആശങ്കയ്ക്ക് പരിഹാരം കാണാൻ ആശുപത്രി മാനേജ്മെന്റ് കമ്മിറ്റി തയ്യാറാവണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. ന്യൂസ് 18 അടിമാലി.